ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ആദ്യം തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളിൽ പലരും തന്നെ ഒരു വാഹനം റോഡിൽ നേരെ അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾ വണ്ടി റോഡിൽ ഓടിക്കും. ആ ഓടിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും കോൺഫിഡൻസോടെ അപകടമില്ലാതെ ഒരിക്കലും വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തില്ല. ഹലോ, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഐഡിയക്ക് ഒരു വണ്ടി റോഡിൽ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരുപാട് പേര് ഡ്രൈവിംഗ് പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി പ്രാക്ടീസ് ഒക്കെ എടുത്തതിന് ശേഷവും വാഹനം സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ സ്വന്തം ഐഡിയക്ക് വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ കാരണം കൊണ്ട് ഡ്രൈവിംഗ് പഠനം തന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നിങ്ങൾ ഇനി പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില ട്രിക്സുകളും നിങ്ങൾ ഡ്രൈവിംഗിൽ ഒന്ന് പ്രാക്ടീസ് എടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠനം ഒരിക്കലും ഉപേക്ഷിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സ്വന്തം ഐഡിയക്ക് ഒരു വാഹനം കോൺഫിഡൻസോടെ ഓടിക്കാനായിട്ട് കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളിൽ പലരും തന്നെ ഒരു വാഹനം റോഡിൽ നേരെ അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾ വണ്ടി റോഡിൽ ഓടിക്കും. ആ ഓടിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും കോൺഫിഡൻസോടെ അപകടമില്ലാതെ ഒരിക്കലും വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തില്ല. ഇപ്പോൾ എൻ്റെ വണ്ടി ഈ റോഡിൽ നിന്ന് ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ വാഹനം പാർക്ക് ചെയ്തേക്കാണ്. ഇതൊരു വില്ലേജ് ഏരിയ ആണ്. ചെറിയൊരു കയറ്റത്താണ് എൻ്റെ വണ്ടി നിൽക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡ്രൈവിങ്ങിൽ ടൈമിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. ടൈമിങ്ങിന് പ്രാധാന്യം എന്ന് പറയുന്നത്, നമുക്ക് പ്രോപ്പർ ടൈമിൽ ഹാഫ് ക്ലച്ച് പോയിന്റിൽ വരാൻ കഴിയണം. പ്രോപ്പർ ടൈമിൽ ഹാഫ് ക്ലച്ച് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ടൈമിൽ ആക്സിലറേഷൻ കൊടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിൽ സ്റ്റിയറിംഗ് തിരിക്കാനും സ്റ്റിയറിംഗ് നേരെയാക്കാനും കഴിയണം. ഇതിന് എവിടെയെങ്കിലും ലാഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് പോകും, ഓഫായി പോകും. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം കറക്റ്റ് ആക്കേണ്ടത്. ഇവിടെ ഒരു കയറ്റമായതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ കാല് ഞാൻ ബ്രേക്കിലേക്ക് ആദ്യം എടുത്തു വെക്കുന്നു. രണ്ടാമതാണ് നമ്മൾ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഫുൾ ക്ലച്ച് നമ്മൾ ചവിട്ടി കൊടുക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്തു, താക്കോൽ ഓൺ ചെയ്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുകയാണ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുകയാണ് ലെഫ്റ്റിലേക്ക്. ഇനി നമ്മൾ സെൻറ്റർ മിറർ, ലെഫ്റ്റ് സൈഡിലെ മിററും കൂടെ നോക്കിക്കൊണ്ട് നമ്മൾ വാഹനം എടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് വരുന്നു. എന്നിട്ട് ആ പ്രോപ്പർ ഹാഫ് ക്ലച്ച് പോയിന്റ് ഞാനിവിടെ ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാല് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ഞാൻ വരുന്നത് ലാഗ് എടുത്തല്ല, ഇത് ടൈമിങ്ങിൽ ആക്സിലറേഷൻ കൊടുത്തതുണ്ടോ. ഈ കൊടുത്ത ക്ലച്ചേലും ആക്സിലറേഷനും എൻ്റെ വണ്ടിയെ നിർത്തിയേക്കാണ്. ഇവിടുന്ന് പലർക്കും തന്നെ ഈ ആക്സിലറേഷൻ വരാനായിട്ട് ലാഗ് വരും. ആ ലാഗ് വരുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ബ്രേക്കിൽ നിന്ന് അയക്കുന്നതിനനുസരിച്ച് ബാക്കിലേക്ക് റോൾ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിൽ വന്ന് ആക്സിലറേഷൻ കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒരു പൊടിക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ക്ലച്ചേലും ആക്സിലറേഷനിലും ഇതുപോലെ കയറ്റത്ത് നിർത്താൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒന്ന് കയറ്റത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ സ്റ്റിയറിംഗ് ഇതുകൊണ്ട് ഇടത് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു, പൂർണ്ണമായിട്ട് തിരിച്ചേക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ അയക്കാണ്. പതിയെ അയച്ച് ഇതേ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ അയച്ച് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഇതുകൊണ്ട് എൻ്റെ വണ്ടി ഇങ്ങോട്ട് കയറുന്നു. എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഇതുണ്ടോ ആക്സിലറേഷൻ സ്ലോ ചെയ്ത്, അതായത് ഒന്ന് അയച്ച് സ്റ്റിയറിങ്ങിനെ വലത് സൈഡിലേക്ക് പിടിച്ചു. അതായത് ആക്സിലറേഷൻ ആദ്യം കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, തിരിഞ്ഞു കയറുന്നതിനനുസരിച്ച് സ്പീഡ് കുറച്ച് സ്റ്റിയറിങ്ങിനെ ഞാൻ നേരെയാക്കി. ഞാൻ പറഞ്ഞ പോയിന്റ് പിടി കിട്ടിയോ? ഇങ്ങനെ ആക്സിലറേഷനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ കഴിയണം, ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടി സുഖകരമായിട്ട് റോഡിൽ എടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ടത്. ഇനി ഡ്രൈവിങ്ങിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇനി ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ഞാൻ പറയാം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് മാറ്റം വരും. അതായത് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിന് നിർബന്ധമായിട്ട് ഫോക്കസ് കൊടുക്കണം. ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു, വണ്ടിക്ക് ഇത്തിരി സ്പീഡാക്കിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. സെക്കൻഡ്
ഗിയറിലേക്ക് ഇട്ടിട്ടുണ്ടോ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓടിക്കാൻ തീരുമാനിച്ചാലുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണം, എതിരെ വരുന്ന വണ്ടികൾ നമ്മളെ തട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി നടുക്ക് പോകും എന്നുള്ളൊരു പേടി നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ പുറകിൽ നിന്ന് വരുന്ന വാഹനം നമ്മളെ ഇടിക്കത്തില്ല. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, നിങ്ങൾ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ലൈൻസ് കണ്ടോ, ഇപ്പോൾ ഈ ലൈൻസിലാണ് എൻ്റെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ പ്രോപ്പറായിട്ട് നിൽക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈൻസ് ഇപ്പോൾ ഈ റോഡിൻ്റെ ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഏരിയയിലാണ് കാണുന്നത്. ഈ സെൻറ്റർ ഏരിയ, അതായത് ഈ നടുഭാഗത്താണ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് നോക്കുന്ന സമയത്ത് ഈ ലൈൻസ് കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടി പ്രോപ്പറായിട്ട് ഇതുകൊണ്ട് ഈ ലെഫ്റ്റ് ലൈൻസ് ചേർന്നായിരിക്കും പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ചെറിയ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഡാഷ്ബോർഡിൻ്റെ ഈ ഭാഗവും ആ ലൈൻസും ഏകദേശം ഒരേ ദിശയിലാണ് കാണുന്നതെങ്കിൽ ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്ര ഒരു നിശ്ചിത സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യുക. എതിരെ ഒരു വണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം, പരമാവധി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് അപ്പോൾ നമ്മളൊരു വില്ലേജ് റോഡിലൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് ലെഫ്റ്റ് ലൈൻസ് ചേർന്ന് ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ വണ്ടി നടുക്ക് പോകത്തില്ല. അപ്പം ലെഫ്റ്റ് സൈഡിന് അത്രത്തോളം ഒരു പ്രാധാന്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നമ്മൾ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരാളോ വണ്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഗ്യാപ്പ് ഇടുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ഇത്തിരിയും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റി പിടിക്കുക. ഇപ്പം ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, അപ്പം ഞാൻ ഇങ്ങനെ ചേർന്ന് വരാൻ പാടില്ല. ഇവിടുന്ന് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് ഞാൻ കൊടുത്ത് ഡ്രൈവ് ചെയ്യുക. എന്നിട്ട് ഈ വണ്ടിയെ പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. നിങ്ങളിൽ പല ആൾക്കാരും പൂർണ്ണമായിട്ട് വണ്ടിയെ കവർ ചെയ്യാതെയായിരിക്കും ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ചധികം ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആളെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറ്റി പിടിച്ചേക്കുക. നേരത്തെ തന്നെ ഗ്യാപ്പ് ഇട്ടേക്കുക. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നു. അപ്പം നമ്മൾ ഒരു കാരണവശാലും അവരെ തട്ടത്തില്ല. എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് വരുന്നു. അപ്പോൾ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വണ്ടിക്ക് പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പം ലെഫ്റ്റ് സൈഡിന് നിങ്ങൾ ഡ്രൈവിങ്ങിൽ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ട് ഡ്രൈവ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ അടുത്തതായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാ ഗിയറും ഇടണം. അതായത് തേർഡും ഫോർത്തും കൂടെ ഇട്ട് ഓടിക്കാൻ ശ്രമിക്കണം. കാരണം ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ മെയിൻ പ്രശ്നമാണ് ഫസ്റ്റും സെക്കൻഡും ഇട്ട് അങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്തു. അത് നിങ്ങൾ മാറ്റണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനി അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഡ്രൈവിങ്ങിൽ ടൈമിങ്ങിന് പ്രാധാന്യമുണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്യണം. ടൈമിങ്ങിന് പ്രാധാന്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇവിടെ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇറക്കമാണ്. ഞാൻ നേരത്തെ ബ്രേക്കേ കാല് വെച്ച് ബ്രേക്ക് ബാലൻസ് ചെയ്ത് വരികയാണ്. വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുവാണ്. അപ്പം ഞാൻ അവിടെ ബ്രേക്കിൽ ടൈമിങ്ങിൽ ചവിട്ടിയത് കൊണ്ട് തന്നെ എൻ്റെ വണ്ടിയുടെ വേഗത സ്ലോ ആയി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഞാൻ തേർഡിൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇവിടെ ഒരു വളവ് വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരത്തെ തന്നെ ബ്രേക്കേ ബാലൻസ് ചെയ്തിട്ട് പ്രോപ്പർ ടൈമിങ്ങിൽ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്ത് കണ്ടോ, ഈ വളവിന് മുന്നമേ തന്നെ ബ്രേക്കിലേക്ക് ബാലൻസ് ചെയ്ത് വന്നു. അപ്പോൾ ഈ എതിരെ വരുന്ന വണ്ടിയൊക്കെ കണ്ടോ, നമ്മുടെ വണ്ടി ഇടിക്കത്തില്ല. നമ്മൾ ഓൾറെഡി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വന്നത്. അപ്പോൾ അത് പ്രോപ്പർ ടൈമിംഗ് ആണ്. വീണ്ടും നിങ്ങൾ നോക്കി, ഇവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ബ്രേക്കിലും ക്ലച്ചിലും കൂടെ ഞാൻ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ചവിട്ടി പിടിച്ചുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ പ്രോപ്പർ ടൈമിങ്ങിൽ ക്ലച്ചേൽ വന്നു, ബ്രേക്കേ വന്നാണ് ഞാൻ ഈ ടേൺ എടുക്കുന്നത്. എന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ ഒന്ന് ബ്രേക്ക് ചവിട്ടി ടൈമിങ്ങിൽ ചവിട്ടി കൊടുത്തുകൊണ്ട് വേഗത കുറച്ച് സ്റ്റിയറിങ്ങിനെ ഞാൻ ഇതുകൊണ്ട് നേരെയാക്കണം. അപ്പോൾ ഇവിടെ സ്റ്റിയറിങ്ങിനെ നേരെയാക്കുന്ന ടൈമിങ്ങും പ്രോപ്പറാണ്, ബ്രേക്ക് ചവിട്ടി കൊടുക്കുന്ന ടൈമിങ്ങും കറക്റ്റാണ്. എന്നിട്ട് വണ്ടി നേരെയായാൽ ഉടൻ തന്നെ ബ്രേക്കേ അയക്കുന്നു, വീണ്ടും ക്ലച്ച് ചെയ്യുന്നതുകൊണ്ട് അയക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ടൈമിങ്ങിൽ നിങ്ങൾ ചെയ്യണം. ഇപ്പം ഞാൻ സെക്കൻഡ് വരികയാണ്. വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എനിക്ക് ആക്സിലറേഷൻ കൊടുക്കുക. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാകുന്നു. ആ സെയിം ടൈമിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ക്ലച്ചേ കാലെടുത്ത് വെച്ചു. ആക്സിലറേഷൻ കുറച്ച് സെയിം പ്രോപ്പർ ടൈമിൽ ക്ലച്ച് ചവിട്ടി തേർഡ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. കണ്ടോ, അപ്പോൾ ടൈമിങ്ങിൻ്റെ അപ്പോൾ കണ്ടോ, ടൈമിങ്ങിൻ്റെ പ്രാധാന്യം ഡ്രൈവിങ്ങിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്തും ക്ലച്ചിലും ബ്രേക്കിലും ആക്സിലറേഷൻ വരുന്ന സമയത്തൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പെഡലുകളെ ആ ചവിട്ടേണ്ട സമയങ്ങളിൽ ചവിട്ടാനും, അതുപോലെ ഷിഫ്റ്റ് ചെയ്യേണ്ട ടൈമിങ്ങിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും, തിരിക്കേണ്ട ടൈമിങ്ങിൽ സ്റ്റിയറിങ്ങിനെ തിരിക്കാനും നിങ്ങൾ ഒരു പരിശ്രമം നടത്തണം. അതിന് ലാഗ് കൊടുക്കരുത്. ലാഗ് കൊടുത്താൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരിക്കലും ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് നിങ്ങൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും നിർത്താൻ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ടുള്ള പ്രാധാന്യം നൽകുക. അവിടെ ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യണം, വണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. 3-ാമത്തെ പോയിന്റ്, പ്രോപ്പർ ടൈമിങ്ങിൽ നിങ്ങൾക്ക് പെഡലുകളെല്ലാം യൂസ് ചെയ്യണം, സ്റ്റിയറിംഗ് കൺട്രോൾ യൂസ് ചെയ്യാനായിട്ട് കഴിയണം, ഗിയർ ഷിഫ്റ്റിങ്ങും ടൈമിങ്ങിൽ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് ഇനിയൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒത്തിരി
മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.